കുഞ്ഞാലിക്ക കുഞ്ഞാലിക്ക ഏടെ പോയി? കുഞ്ഞാലിക്ക ഒരു കൊളത്തെ കൊളത്തന്നെ വാപ്പ കുഞ്ഞാലിക്ക ഞാൻ കളിയാക്കിയല്ല, എന്റെ ഭാര്യ എന്റെ ബ്ലൗസിന്റെ കൊളുത്ത് പോയി. എങ്ങനെ പോകാണ്ടിരിക്ക? അയറ്റാലല്ലേ പോക്ക്. കുഞ്ഞാലിക്ക രാവിലെ തന്നെ എന്റെ ഭാര്യയെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാലിക്ക് എന്താ കൂടാ, അനക്കെന്തും അറിയല്ലേ? വാ, ഞാൻ ശരിയായി തരാം. അന്റെ കെട്ടോളം ബ്ലൗസ് അല്ലേ, കൊളത്ത് പോവല്ലോ. നിങ്ങൾ രാവിലെ തന്നെ അവനോട് കൊളത്താൻ നിക്കല്ലേ. കൊളത്തന്നെ വാപ്പ. അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ ഞാൻ കുഴിക്കും. എടാ ശശിയെ വിട്ടേക്കടാ. ഓന്റെ മയ്യൊക്കെ എടുക്കും. ഓൻ എന്താ എന്നോട് കളിക്കണ്ട. എന്താ കുഞ്ഞാലി, എന്താ ശശി, എന്താ ഗോപാലത്? ഈ കുഞ്ഞാലിയും ശശിന് സ്ഥിര അർപ്പണമായത്. കുഞ്ഞാലിയും ശശി ഇങ്ങോട്ട് വാ. ഇനി മേലിൽ ഇങ്ങനെ ഒരു കശപശി ഉണ്ടാവരുത്. ശശി, കോഴിക്കോട്ട് എനിക്കൊരു ജോലി ഞാൻ തരപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം പറയാനാ ഞാനിങ്ങോട്ട് വന്നത്. നാളെ രാവിലെ ഈ അഡ്രസ് ചെന്നാ മതി. വേഗം വീട്ടിലേക്ക് ചെല്ല്. എന്നോട് ക്ഷമിക്കണം ആചാര്യൻ, വളരെ നന്ദിയുണ്ട്. അതൊക്കെ ശരി. ഇപ്പൊ അച്ഛന് അസുഖമൊന്നുമില്ലല്ലോ. നമ്മൾ അന്വേഷണം അച്ഛനോട് പറയണം കേട്ടോ. ശരി എന്നാ കുഞ്ഞാലിക്ക പോട്ടെ. എന്താ കുഞ്ഞാലി ഇത്? ഇത്തരം ചെറിയ പ്രശ്നങ്ങളാണ് പിന്നീട് വലിയ പ്രശ്നങ്ങളാവുന്നത്. ഓൻ രാവിലെ തന്നെ ആളൊരു മക്കാറാക്കല്ലേ. ഒന്നുമില്ല, ഞാനൊരു ഗൾഫ് റിട്ടേണ്ടല്ലേ, അതിന്റെ ഒരു റെസ്പെക്റ്റും കാര്യം. ആ ഒരു നിലയും വിലയും ഒക്കെ ഉണ്ട് കുഞ്ഞാലിക്ക്. ഇജി എന്റെ കൂളിംഗ് ഗ്ലാസ് ഒന്നിട്, നമ്മളൊന്ന് കാണട്ടടൂ. വേണോ നിങ്ങളെ മുമ്പില്? നമ്മളൊന്ന് കാണട്ടടൂ. ഇപ്പൊ ഒരു ഷെയ്ക്കിന്റെ ചേൽക്കുണ്ട് അല്ലേ നേരെ? വേഗം നടക്കും. നമ്മളെ കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലോ. ആരാണിത്? മോള് ചായ കുടിച്ചോ? ഓ കഴിച്ചല്ലോ. ചായയും ദോശയും. മോക്ക് വയറ് നിറഞ്ഞോ? ഓ നിറഞ്ഞു. അത് നമ്മുടെ വാസു അല്ലേ? അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. വാസു പാവല്ലേ? സ്നേഹ, കോളേജിലെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട് മോളെ? നന്നായിട്ട് പോകുന്നു. ഇപ്പൊ ട്യൂഷൻ എടുക്കാൻ പോണില്ലേ? ഉണ്ട്. എന്നാ മക്കൾ വൈകണ്ട, നടന്നോളൂ. നടക്ക് നേരെ. സമയം കിട്ടില്ല, തിരക്കൊക്കെ അല്ലേ. ആരാത്? ഞാനാ. മുഹമ്മദ് നീ? അതെ രാജു. മുഹമ്മദ് അലി? അതെ രാജു, ഞാനാ മുഹമ്മദ് അലി. നീ ശബ്ദം ഉണ്ടാക്കല്ലേ. എടാ, നീ ജയിൽ ചാടിയോ? രാജു, സമയം കരയാനുള്ളതല്ല, എനിക്ക് വേഗം പോകണം. ഇങ്ങോട്ട്? വീട്ടിലേക്ക്. എൻ്റെ ഉമ്മാനൊന്ന് കാണണം, എന്നിട്ട് ഒരു പെരുന്നാൾ ചോറുണ്ണണം. എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് അത്.
പിന്നെ പിന്നെ അവളെ ഒന്ന് കാണണം. രാജു, എനിക്കിതൊക്കെ ഒന്ന് മാറ്റണം. ഒരു തടവുള്ളിയുടെ വേഷത്തിൽ എൻ്റെ ഉമ്മയുടെ മുമ്പ് പോയി നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. മുഹമ്മദ് അലി, നീ വാ. നിനക്ക് എന്താ വേണ്ടെച്ചാ ഞാൻ തരാം. നീ വാ. നീ ഒരു ചായതാ. പിന്നെ എൻ്റെ ഒരു 10 സുഹൃത്തുക്കളുണ്ടാവും. അത് തന്നെയാ പറയുന്നേ. നിങ്ങളൊന്ന് വേഗം പോയി വരി. അവരൊക്കെ വരുമ്പോഴത്തേക്കും ഒക്കെ ഒന്ന് ശരിയാക്കണ്ടേ. നീ ഇങ്ങനെ കിടന്ന് പെടയാതെ നേരൊന്ന് വിളിക്കട്ടെ. പേടിയല്ല, ഒരു കൈ സഹായത്തിന് ആരാ ഉള്ളത്? ആകെ ഉള്ളത് ആ പൊട്ടത്തി തള്ളയാ. ഇതെന്താ എന്റെ പടച്ചോനെ, ചെമ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ചേന കൊണ്ടുവരേ അവിടുന്ന്. പുലർച്ചയ്ക്ക് പാൽ. ഇതെന്താ ഇത്ര നേരത്തെ? പെരുന്നാളല്ലേ, കൊറേ സ്ഥലത്ത് കൊടുക്കാണ്ട്. ആ മുഹമ്മദ്, നീ ജയിൽ ചാടിയോ? മുഹമ്മദേ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്റെ മോനെ, ഉമ്മാന്റെ മുമ്പ് ഈ പെരുന്നാള് കൊണ്ട് എന്റെ അവസാനത്തെ പെരുന്നാളമ്മ. റഹ്മാൻ റബ്ബേ, എന്റെ പ്രാർത്ഥന നീ കേട്ടു. എന്റെ മോനെ എനിക്കൊന്ന് ജീവനോടെ കാണാൻ കഴിഞ്ഞല്ലോ. ഇപ്പം വരും പോലീസുകാര്. ഉമ്മയ്ക്കും മോനും ഞമ്മക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ പെരുന്നാൾ ആഘോഷിക്കാം. ഓരോ അറാമ്പറപ്പുകൾ കെട്ടിയെടുക്കും. ഇറങ്ങടാ. കണ്ടേതോ എത്തിയ പെണ്ണിന് വേണ്ടി ആളുകളെ വെട്ടി നോക്കുമ്പോ ഈ ഉമ്മാനെ ഓർത്തില്ലല്ലോ. എന്നിട്ട് ഉമ്മാന്റെ കൂടെ പെരുന്നാൾ കൂടാൻ വന്നിരിക്കുക. ഉമ്മ പറയും ഞാൻ പോണോ? സൈനബ, ഞാൻ പോവുക. നിനക്ക് വേണമെങ്കിൽ എന്റെ കൂടെ വരാം. ഉമ്മന്റെ കീഴിൽ ഒരു പിടി ചോറ് കഴിച്ചിട്ട് ഞാൻ പോയിക്കോളാം താത്ത. വേണ്ട, ഇനി അങ്ങനെ ഒരു പിടിച്ചോറ് ഞാൻ നിനക്ക് തരൂല. തറയിലും തലയിലും വയ്ക്കാതെ നിന്നെ ഞാൻ വളർത്തി വലുതാക്കി. അതിനുള്ള കൂലി നീ ഞമ്മക്ക് തന്നു. എനിക്കിനി ഇങ്ങനെ ഒരു മകനില്ല. പോയിക്കോ, പോ. നീ കൊലയാളിയാണെന്ന് അറിഞ്ഞപ്പോ നെഞ്ചുപൊട്ടി മരിച്ച പാപ്പിയെ പോലെ ഉമ്മാനെ നീ കൊല്ലിക്കരുത്. ഇറങ്ങി പോടാ വെളിയിൽ. ഇറങ്ങി പോടാ. അപ്പൊ ഇതിന് എത്തിയമാണ്ടാറങ്ങളെല്ലാം കൂടി കയറി തോണി നിറച്ചോ? ഒന്ന് ഒതുങ്ങി ഇരുന്നാട്ടെ. എത്തിയമാണെങ്കിലും തനിക്കും വെള്ളത്തിന് യാതൊരു കുറവില്ലല്ലേ? ദേ, ഈ ചെറിയ കുട്ടികളെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. എത്തിയമല്ലേ? എന്താ ചേച്ചി അയാൾ ചോദിച്ചേ? ഒന്നുമില്ല.
ഒന്നുമില്ല മോളെ. കുഞ്ഞാലിക്ക നിങ്ങൾ രാവിലെ തന്നെ കൊളുത്താൻ ഇറങ്ങിയതാ? ഇതാപ്പോ നന്നായത്. ഞാൻ ചോദിച്ച ചോദ്യല്ലേ യത്തീമാണോന്ന്. കുഞ്ഞാലിമുണ്ട കൊളത്തായി. കുഞ്ഞാലിക്ക നിങ്ങളെ പോലുള്ള പകൽമാനിമാരുടെ കുട്ടികൾ തന്നെ അവരും, അല്ലാതെ അവര് മാനത്തിന് പൊട്ടിമുളച്ചൊന്നുമല്ല. അയ്യ നമ്മൾ ആ ടൈപ്പ് അല്ല. അത് ശരിയാ, കുഞ്ഞാലിക്ക 3 കെട്ടി, 3 കുട്ടികളൊന്നുമില്ല. വേണ്ട, നമ്മള് ലൈഫ് തൊട്ട് കളിക്കാൻ കേട്ടോ. ഇന്ന് ഞക്കലേക്ക് വന്നാൽ തന്നെ ശരിയാവില്ല. രാവിലെ തന്നെ കൊളത്ത. എന്നാ രാമ ഇജടുത്ത് വിട്ടോ, നിങ്ങളെ തന്നെ അക്കലേക്ക് ഇട്ടിട്ടിക്കോളി. ചെല്ല് വിട്ടോ. കൊളത്തു കുഞ്ഞാലികള് വാപ്പ. ആ വന്നല്ലോ, തുടങ്ങിയല്ലോ എത്തിയും ജാഥ. മൗന ജാഥ സിന്ദാബാദ്. കുഞ്ഞാലിക്ക ഇത്രയും തറയവരുത് കേട്ടോ. എന്തേ അനക്ക് നൊന്തോ? നമ്മൾ കാണുന്നുണ്ട് ഈ സമയത്തുള്ള എന്റെ ചുറ്റിക്കലൊക്കെ. കുഞ്ഞാലിക്ക വേണ്ട, തൊള്ളയിൽ നാവുണ്ടെന്ന് കയറി തോന്നിയ പറഞ്ഞല്ലോ. ഈ എന്താക്കും? അയ്യോ കുഞ്ഞാലിക്ക കൊളത്തന്നെ വാപ്പ. നമ്മൾ എന്ത് പറഞ്ഞാലും നാട്ടുകാർക്ക് കൊളത്താ. നമ്മൾ പറഞ്ഞത് സത്യ. ഇവനും ആ എത്തിയും പെണ്ണും കൂടി ടൗണിൽ കറങ്ങി നടക്കണേ ഞാൻ എന്റെ കൂളിംഗ് ക്ലാസ്സിനോണ്ട് കണ്ട. വേണ്ട വേണ്ട, അയിമത്തൊട്ടുള്ള കളി വേണ്ട കേട്ടോ. കാണിച്ചരാൻ. അല്ലോ എന്റെ കൂളിംഗ് ക്ലാസ് തവിട് കൂടിയായി. എടാ മമ്മദാലി, എന്റെ ലൈഫ് ഇതുപോലെ ആക്കും ഞാൻ. കൊളത്തന്നെ വാപ്പ. പോക്ക് ഉണ്ടാവുകയായിരിക്കും. ഒന്നായിട്ട് പഠിച്ച് മലത്തൊന്ന്. മോള് കേറി പിടിച്ച ഏതായാലും പുളിങ്കൊമ്പ് തന്നെ കേട്ടോ. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ആ മുഹമ്മദ് അലിക്ക് എന്നോട് മുഹബത്താ, സ്നേഹാണെന്ന്. നിങ്ങൾ അനാവശ്യം പറയരുത്. നമ്മളൊന്നും പറയില്ല. ഏതായാലും മുറുക്കി പിടിച്ചോ, പുളിങ്കൊമ്പാ. കാലിൽ കിടക്കുന്ന ചെരുപ്പെടുത്ത് മുഖത്തും തന്നാണ്ടല്ലോ. ആടി അത്രക്കായോ? അതും ഒരു അമ്മോ വരുന്നുണ്ട്. വരട്ടെ. മുഹമ്മദ് അയ്യൊന്ന് അവിടെ നിൽക്ക്. എന്താ പാപ്പ? ആ കുഞ്ഞാലിന്റെ കണ്ണട എന്തിനാ ഈ അടിച്ചു പൊട്ടിച്ച്? അത് പിന്നെ അയാൾ ഒരു തോന്നിയാസം പറഞ്ഞപ്പോ. എന്തു തോന്നിയാസോ? അത് പിന്നെ എന്ത് പിന്നെ പറയടാ. ഇനി അനാഥ മന്ദിരത്തിൽ കുട്ടീനെയും ചേർത്ത് ചിലതൊക്കെ പറഞ്ഞപ്പോ. അനക്ക് അങ്ങനെ വല്ല ഇഷ്ടവും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നടത്തി തരില്ലേ? വാപ്പ ഞമ്മക്ക് ഇപ്പൊ പഠിച്ചോന്റെ കൃപോണ്ട് സ്വത്തും മുതലൊക്കെ പാടുണ്ട്. ഒന്നുമില്ലാത്തൊരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കാന്ന് വെച്ചാ അതിൽ പരം പുണ്യമായ ഒരു പ്രവൃത്തി വേറെ ഇല്ല. അല്ലേ? കള്ളൻ കൽബിന്റെ ഉള്ളൊരു പെണ്ണിനെ കൊണ്ട് നടന്നിട്ട് എന്നോട്ടൊരു വാക്ക് പോലും പറഞ്ഞില്ല. നീ വാ, എനിക്ക് രാത്രി ഞാൻ ചോറ് ഉരുട്ടി ഉരുട്ടി തരണുണ്ട്. ചെല്ല് ചെല്ല്, ഉരുട്ടി കൊടുക്ക്. പിന്നെ ചുമ്മാ ഇരിക്കും. അല്ലാ.